ഹായ് എവരിവൺ, മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മറ്റു ചില സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ. ഇനി നമ്മൾ ആദ്യം പഠിക്കുന്നത് മന്നത്ത് പത്മനാഭനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ജനനം 1878 ജനുവരി 2 കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്കടുത്ത് പെരുന്നയിലാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഈശ്വരൻ നമ്പൂതിരി, മാതാവ് മന്നത്ത് പാർവതി അമ്മ. ഭാര്യയുടെ പേര് കല്യാണിയമ്മ. പിന്നെ അതിനുശേഷം വിവാഹം കഴിച്ചതാണ് തോട്ടക്കാട്ട് മാധവിയമ്മയെ. കൊച്ചി നിയമസഭയിൽ അംഗമായ ആദ്യ വനിതയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ തോട്ടക്കാട്ട് മാധവിയമ്മ. 1925 1893 കാഞ്ഞിരപ്പള്ളി ഗവൺമെൻറ് പ്രൈമറി സ്കൂളിൽ അധ്യാപകനായാണ് മന്നത്ത് പത്മനാഭൻ തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. 1905 മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ചു. മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ പെരുന്നയിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ രൂപമായ നായർ ഹൃദ്രജന സംഘം രൂപീകരിച്ചത് 1914 ഒക്ടോബർ 31. അപ്പോൾ ഈ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ രൂപം എന്തായിരുന്നു? അത് നായർ ഹൃദ്രജന സംഘമാണ്. കെ കണ്ണൻ നായരാണ് നായർ ഹൃദ്രജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത്. 1915 ജൂലൈ 11 നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് സ്വീകരിച്ചത്. അപ്പോൾ ആദ്യം നായർ ഹൃദ്രജന സംഘമായിരുന്നു. അത് കെ കണ്ണൻ നായരാണ് ആ പേര് നിർദ്ദേശിച്ചത്. അതിനുശേഷം 1915 ജൂലൈ 11 നായർ സർവീസ് സൊസൈറ്റി എന്നതിലേക്ക് മാറുന്നത്. കെ പരമുപിള്ളയാണ് NSS എന്ന പേര് നിർദ്ദേശിച്ചത്. അപ്പം NSS എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? അത് കെ പരമുപിള്ളയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സർവൻ്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലായിരുന്നു NSS ആരംഭിച്ചത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സർവൻ്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ കേരളത്തിൽ ആരംഭിച്ച മതനവോത്ഥാന പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച NSS ആണ്, നായർ സർവീസ് സൊസൈറ്റി ആണ്. എവിടെയാണ് അതിൻ്റെ ആസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് പെരുന്നയിലാണ്. ഓക്കെ. NSSൻ്റെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭനാണ്. NSSൻ്റെ ആദ്യ സെക്രട്ടറി ആരാ? മന്നത്ത് പത്മനാഭൻ. NSSൻ്റെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പനാണ്. NSSൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? കെ കേളപ്പൻ. NSSൻ്റെ ആദ്യ ട്രഷറർ പനങ്ങോട്ട് കേശവ പണിക്കറാണ്. 1916 NSSൻ്റെ നേതൃത്വത്തിൽ സമസ്ത കേരള നായർ സമ്മേളനം നടന്നു. 1907 സി കൃഷ്ണപിള്ള രൂപീകരിച്ച സംഘടനയാണ് കേരള നായർ സമാജം. ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം NSS രജിസ്റ്റർ ചെയ്തത് 1925. ഇമ്പോർട്ടൻ്റ് ആണ് വർഷം. ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം NSS രജിസ്റ്റർ ചെയ്യപ്പെട്ട വർഷം ഏതാണ്? 1925. ജാതി വ്യത്യാസം ഇല്ലാതാക്കുക, നായർ സമുദായത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന താലികെട്ട് കല്യാണം, തിരുണ്ടുകുളി തുടങ്ങിയ അനാചാരങ്ങൾ അവസാനിപ്പിക്കുക, നായർ സമുദായത്തെ കൂട്ടുകുടുംബ സമ്പ്രദായത്തിൽ നിന്നും രക്ഷിക്കുക എന്നിവയായിരുന്നു സംഘടനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. അപ്പോൾ NSSൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? ജാതി വ്യത്യാസം ഇല്ലാതാക്കുക, നായർ സമുദായത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന താലികെട്ട് കല്യാണം, തിരുണ്ടുകുളി തുടങ്ങിയ അനാചാരങ്ങൾ അവസാനിപ്പിക്കുക, നായർ സമുദായത്തെ കൂട്ടുകുടുംബ സമ്പ്രദായത്തിൽ നിന്നും രക്ഷിക്കുക എന്നിവയായിരുന്നു NSSൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. നായർ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ, മൂലധന ശേഖരണത്തിനു വേണ്ടി ഉൽപ്പന്ന പിരിവിന് വീട് വീണ്ടാന്തരം കയറിയിറങ്ങുമ്പോൾ പാടാനായി അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന പ്രാർത്ഥനാ ഗാനം രചിച്ചത് പന്തളം KP രാമൻപിള്ളയാണ്. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന പ്രാർത്ഥനാ ഗാനം എഴുതിയത് ആരാണ്? അത് KP രാമൻപിള്ളയാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ സ്കൂൾ 1915 കറുകച്ചാൽ എന്ന സ്ഥലത്തായിരുന്നു സ്ഥാപിച്ചത്. കെ കേളപ്പനായിരുന്നു ഇതിൻ്റെ ഹെഡ് മാസ്റ്റർ. അപ്പം നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ സ്കൂള് 1915 കറുകച്ചാൽ ആരംഭിക്കുന്നു. ആ സമയത്ത് അവിടുത്തെ ഹെഡ് മാസ്റ്റർ ആരായിരുന്നു? കെ കേളപ്പനായിരുന്നു. NSS ആദ്യമായി കോളേജ് തുടങ്ങിയത് 1907 പെരുന്നയിലാണ്. അപ്പോൾ NSS കോളേജ് ആദ്യമായി തുടങ്ങിയത് എവിടെയാണ്? പെരുന്നയിലാണ്. 1919 NSS മുഖപത്രമായ സർവീസ് കറുകച്ചാലിൽ നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ചു. അപ്പോൾ NSSൻ്റെ മുഖപത്രം എന്താണ്? സർവീസ്. അത് 1919 കറുകച്ചാലിൽ നിന്നുമാണ് പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. NSSൻ്റെ അടിസ്ഥാന ഘടകമായ കരയോഗം ആദ്യമായി രൂപം കൊണ്ടത് 1929 തട്ടയിൽ എന്ന സ്ഥലത്ത് വെച്ചാണ്.
NSS മെഡിക്കൽ മിഷൻ ആദ്യ സംരംഭം 1961 സ്ഥാപിച്ച പന്തളം ആശുപത്രിയാണ്. 1929 NSS വനിതകൾക്കായി മാത്രം സംഘടിപ്പിച്ച സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് തോട്ടക്കാട്ട് മാധവിയമ്മയാണ്. 1921 മന്നം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. മന്നത്ത് പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് 1921. എൻ്റെ ദേവനും ദേവിയും എൻ്റെ സംഘടനയാണ് എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. എൻ്റെ ദേവനും ദേവിയും എൻ്റെ സംഘടനയാണെന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. സ്വന്തം കുടുംബക്ഷേത്രം എല്ലാവർക്കുമായി തുറന്നുകൊടുത്ത സാമൂഹിക പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹ കാലത്ത് വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് സവർണ ജാഥ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. എന്തുമായി ബന്ധപ്പെട്ടാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ് അദ്ദേഹം സവർണ ജാഥ നയിച്ചത്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചത്. നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെ മറ്റൊരു സവർണ ജാഥ നയിച്ചത് ഡോക്ടർ M.E. നായിഡു ആയിരുന്നു. അപ്പം നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ആരാ? അത് ഡോക്ടർ M.E. നായിഡു ആണ്. മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? അത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. ഇരു ജാഥകളും തിരുവനന്തപുരത്ത് ഒന്നുചേർന്ന് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെ നേതൃത്വത്തിൽ റാണി സേതുലക്ഷ്മി ഭായിക്ക് ഒരു ഭീമ ഹർജി സമർപ്പിച്ചു. മന്നത്തിൻ്റെ നേതൃത്വത്തിൽ FMS യാത്ര നയിച്ചത് 1926 ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു മന്നത്ത് പത്മനാഭൻ. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 1931 ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ്റെ പ്രസിദ്ധമായ പ്രസംഗമാണ് മുതുകുളം പ്രസംഗം 1947. മുതുകുളം പ്രസംഗം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭനാണ്. ഉത്തരവാദ ഭരണത്തിനായി സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചിരുന്ന മന്നത്തിൻ്റെ മുതുകുളം പ്രസംഗം എന്തിനെതിരെയായിരുന്നു? ഉത്തരവാദിത്വ ഭരണത്തിനായി സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചായിരുന്നു മന്നത്തിൻ്റെ മുതുകുളം പ്രസംഗം. 1949 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റായി മന്നത്ത് പത്മനാഭൻ ചുമതലയേറ്റു. 1949 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റായി മന്നത്ത് പത്മനാഭൻ ചുമതലയേറ്റു. NSS രൂപം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി. NSS രൂപം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാ? ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി. മന്നം R. ശങ്കറിൻ്റെ സഹായത്തോടു കൂടി സ്ഥാപിച്ച സംഘടനയാണ് ഹിന്ദു മഹാമണ്ഡലം. EMS സർക്കാരിൻ്റെ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് 1959 ജൂൺ 12 മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ വിമോചന സമരം ആരംഭിക്കുന്നത്. വിമോചന സമരം എന്ന പേര് നിർദ്ദേശിച്ചത് പനമ്പള്ളി ഗോവിന്ദ മേനോനാണ്. R. ശങ്കർ ആയിരുന്നു ഈ സമയത്തെ KPCC പ്രസിഡന്റ്. വിമോചന സമരത്തിൻ്റെ ഭാഗമായി അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ജീവശിഖ യാത്ര നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ ജീവശിഖായാത്രയും സവർണ ജാഥയും ആരുമായി ബന്ധപ്പെട്ടതാണ്? അത് മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ടതാണ്. സവർണജാഥ വൈക്കം സത്യാഗ്രഹവുമായി റിലേറ്റഡും വിമോചന സമരവുമായി ബന്ധപ്പെട്ടതാണ് ജീവശിഖായാത്ര. അത് അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കായിരുന്നു. ഇതിനെ തുടർന്ന് 1959 ജൂലൈ 31 EMS മന്ത്രിസഭയെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിടുന്നു. അപ്പോൾ വിമോചന സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് 1959 ജൂലൈ 31 EMS മന്ത്രിസഭയെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 356 ഉപയോഗിച്ച് പിരിച്ചുവിട്ട ആദ്യ സംസ്ഥാനമായി കേരളം മാറുന്നു. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 356 ഉപയോഗിച്ച് പിരിച്ചുവിട്ട ആദ്യ സംസ്ഥാനമാണ് കേരളം. എന്തിനെ തുടർന്നായിരുന്നു? വിമോചന സമരത്തെ തുടർന്നായിരുന്നു. ആരാണ് നേതൃത്വം നൽകിയത്? മന്നത്ത് പത്മനാഭനായിരുന്നു. 1959 ഓഗസ്റ്റ് 9 കോട്ടയം തിരുനക്കര മൈതാനത്ത് വെച്ച് നടന്ന പൗരസമ്മേളനത്തിൽ മന്നത്ത് പത്മനാഭന് ഭാരത കേസരി പട്ടം നൽകിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. മന്നത്ത് പത്മനാഭന് കേരള കേസരി പുരസ്കാരം നൽകിയത് ആരാണ്?
ഭാരത കേസരി പട്ടം നൽകിയത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. മന്നത്ത് പത്മനാഭനെ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കറാണ്. മന്നത്ത് പത്മനാഭനെ, അപ്പോൾ കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് ആരാ? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? അത് സർദാർ KM പണിക്കരാണ്. 1966 മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ചത്. ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിൽ മലയാളത്തിൽ പ്രസംഗിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ്റെ ജീവചരിത്രമാണ് എൻ്റെ ജീവിത സ്മരണകൾ. എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ജീവചരിത്രമാണ്? മന്നത്ത് പത്മനാഭൻ്റെ. പ്രസിദ്ധീകരിച്ചത് 1957. പഞ്ചകല്യാണി നിരൂപണം, ഞങ്ങളുടെ FMS യാത്ര, തത്വചിന്ത എന്നിവയാണ് മന്നത്തിൻ്റെ പ്രധാന രചനകൾ. മന്നത്ത് പത്മനാഭൻ രചിച്ച നോവലാണ് സ്നേഹലത. 1970 ഫെബ്രുവരി 25 മന്നത്ത് പത്മനാഭൻ അന്തരിച്ചു. 1989 മന്നത്ത് പത്മനാഭനോടുള്ള ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. 2014 മുതൽ കേരള സർക്കാർ ജനുവരി 2 മന്നം ജയന്തി അവധി ദിവസമായി പ്രഖ്യാപിച്ചു. മന്നം സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പെരുന്നയിലാണ്. മന്നം സ്മാരകം എവിടെയാണ്? പെരുന്നയിലാണ്. മന്നത്ത് പത്മനാഭനെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. അടുത്ത നമ്മൾ വക്കം മൗലവിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജനനം 1873 ഡിസംബർ 28. വക്കം മൗലവിയുടെ ജനനം 1873 ഡിസംബർ 28. തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിലാണ് വക്കം മൗലവി ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവി എന്നാണ്. വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവി കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് വക്കം മൗലവി. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? വക്കം മൗലവിയാണ്. 1906 SNDPയുടെ മാതൃകയിൽ ഇസ്ലാം ധർമ്മപരിപാലന സംഘം സ്ഥാപിക്കുന്നു. അപ്പം വക്കം മൗലവി SNDPയുടെ മാതൃകയിൽ സ്ഥാപിച്ചതാണ് ഇസ്ലാം ധർമ്മപരിപാലന സംഘം. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ് വക്കം മൗലവി. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വക്കം മൗലവി. 1905 ജനുവരി 19 സ്വദേശാഭിമാനി പത്രം അഞ്ചുതെങ്ങിൽ സ്ഥാപിച്ചത്. സ്വദേശാഭിമാനി പത്രം എവിടെയാണ് സ്ഥാപിച്ചത്? അഞ്ചുതെങ്ങ്. ഭയകൗടില്യ ലോഭങ്ങൾ വളർത്തില്ലൊരു നാടിനെ എന്നതായിരുന്നു സ്വദേശാഭിമാനി പത്രത്തിൻ്റെ മുദ്രാവാക്യം. എന്താണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ മുദ്രാവാക്യം? ഭയകൗടില്യ ലോഭങ്ങൾ വളർത്തില്ലൊരു നാടിനെ എന്നതായിരുന്നു സ്വദേശാഭിമാനി പത്രത്തിൻ്റെ മുദ്രാവാക്യം. CP ഗോവിന്ദൻ പിള്ളയായിരുന്നു സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ ആരായിരുന്നു? CP ഗോവിന്ദ പിള്ളയായിരുന്നു. 1906 രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപ സ്ഥാനം ഏറ്റെടുത്തത്. 1907 പത്രം ഓഫീസും പ്രസ്സും തിരുവനന്തപുരത്തേക്ക് മാറ്റി. തിരുവിതാംകൂർ ദൈവാനായിരുന്ന P രാജഗോപാലാചാരിക്കെതിരെ പത്രത്തിൽ ലേഖനം എഴുതിയതിൻ്റെ പേരിൽ 1910 സെപ്റ്റംബർ 26 സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടുന്നു. 1910 നമ്മുടെ സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടുന്നത്. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടിയത്? തിരുവിതാംകൂർ ദിവാനായിരുന്ന P രാജഗോപാലാചാരിക്കെതിരെ പത്രത്തിൽ ലേഖനം എഴുതിയതിൻ്റെ പേരിലാണ് 1910 സെപ്റ്റംബർ 26 സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടിയത്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ തിരുനെൽവേലിയിലേക്ക് നാടുകടത്തുന്നു. 1910 സെപ്റ്റംബർ 26 തന്നെ അദ്ദേഹത്തെ തിരുനെൽവേലിയിലേക്ക് നാടുകടത്തുന്നു. എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് എന്തിനാണ് പത്രവും അച്ചടിശാലയും എന്ന് അഭിപ്രായപ്പെട്ടത് വക്കം മൗലവിയാണ്. അപ്പോൾ എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് എന്തിനാണ് പത്രവും അച്ചടിശാലയും എന്ന് പറഞ്ഞത് ആരാണ്? അത് വക്കം മൗലവിയാണ്. മുസ്ലിങ്ങൾക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്ന് അവരെ നവോത്ഥാന പാതയിൽ എത്തിക്കാൻ വേണ്ടി വക്കം മൗലവി 1906 ആരംഭിച്ച മാസികയാണ് മുസ്ലിം. അപ്പോൾ മുസ്ലിം എന്ന മാസിക ആരുടേതാണ്? അത് വക്കം മൗലവിയുടേതാണ്. 1918 വക്കം മൗലവി ആരംഭിച്ച അറബി മലയാളം മാസികയാണ് അൽ ഇസ്ലാം. അപ്പം മുസ്ലിമും അൽ ഇസ്ലാമും ആരുടെയാണ്? അത് വക്കം മൗലവിയുടേതാണ്. 1912 അൽ ഹിലാൽ എന്ന മാസിക
വാരിക ആരംഭിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അപ്പോൾ അൽ ഹിലാൽ ആരുടെയാണ്? അത് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റേതാണ് കേട്ടോ. അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ്. വക്കം മൗലവി 1931 ദീപിക എന്ന മാസിക ആരംഭിച്ചു. ഇത് മാറിപ്പാതിരിക്കാനായിരുന്നു കേട്ടോ ഇതെല്ലാം ഇവരെ പറ്റിയും കൂടി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ വക്കം മൗലവിയുടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദീപിക മാസികയുണ്ട്. അതുപോലെ തന്നെ എന്താ അൽ ഇസ്ലാം മുസ്ലിം. ഖുറാൻ ആദ്യമായി മലയാളത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ പ്രസിദ്ധീകരണമാണ് ദീപിക. അപ്പോൾ വക്കം മൗലവിയുടെ ദീപിക എന്ന ദീപിക വാരികയിലാണ് ഖുറാൻ ആദ്യമായി മലയാളത്തിൽ പ്രസിദ്ധപ്പെടുത്തിയത്. 1931 വക്കം മൗലവി ആരംഭിച്ച പുസ്തകശാലയാണ് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ്. ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം, ദൗസ് ഫഹ്, സൂറത്തുൽ ഫാത്തിമ എന്നിവയാണ് വക്കം മൗലവിയുടെ പ്രധാന രചനകൾ. 1925 മൗലവി ഗാന്ധിജിയെ കണ്ടുമുട്ടി. കൊടുങ്ങല്ലൂരിൽ ആസ്ഥാനമായി മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത് വക്കം മൗലവിയാണ്. അപ്പം മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത് ആരാ? വക്കം മൗലവി. മുസ്ലിം ഐക്യസംഘത്തിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് വക്കം മൗലവിയാണ്. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സ്ഥാപിച്ചതും വക്കം മൗലവിയാണ്. 1915 ആലപ്പുഴയിലെ ലജ്നത്തുൽ മുഹമ്മദീയ സംഘം സ്ഥാപിക്കാൻ മുൻകൈയെടുത്തതും വക്കം മൗലവിയാണ്. ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം, ധർമ്മപോഷിണി സഭ എന്നിവ വക്കം മൗലവി സ്ഥാപിച്ച പ്രധാന സംഘടനകളാണ്. തിരുവിതാംകൂർ സർക്കാരിൻ്റെ മുസ്ലിം ബോർഡിൻ്റെ ചെയർമാനായ മൗലവി പ്രവർത്തിച്ചു. തിരുവിതാംകൂർ സർക്കാരിൻ്റെ മുസ്ലിം ബോർഡിൻ്റെ ചെയർമാൻ ആയും വക്കം മൗലവി പ്രവർത്തിച്ചു. 1932 ഒക്ടോബർ 31 വക്കം മൗലവി അന്തരിച്ചു. വക്കം മൗലവി ഇമ്പോർട്ടൻ്റ് ആണ് PSC പരീക്ഷകളിൽ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള എക്സാം പോയിൻ്റുള്ള ഫാക്ട്സ് ഒക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചത് കേട്ടോ. അടുത്തത് നമ്മൾ സഹോദരൻ അയ്യപ്പനെ കുറിച്ചാണ് പഠിക്കുന്നത്. സഹോദരൻ അയ്യപ്പൻ്റെ ജനനം 1889 ഓഗസ്റ്റ് 21 എറണാകുളം ജില്ലയിലെ ചെറായിയിലാണ്. എറണാകുളം ജില്ലയിലെ ചെറായിയിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ 1917 സ്ഥാപിച്ച സംഘടനയാണ് കേരള സഹോദര സംഘം. കേരള സമൂഹത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെയും പോരാട്ടമായിരുന്നു സഹോദര പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. സഹോദര സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പത്രമാണ് സഹോദരൻ. അപ്പോൾ സഹോദരൻ എന്ന പത്രം ആരംഭിച്ചതാരാണ്? സഹോദരൻ അയ്യപ്പൻ. മട്ടാഞ്ചേരിയിൽ നിന്നാണ് സഹോദരൻ എന്ന പത്രം പ്രസിദ്ധീകരിച്ചത്. 1917 ചെറായിയിൽ മിശ്രഭോജനം സംഘടിപ്പിച്ച സഹോദരൻ അയ്യപ്പനാണ്. അപ്പം മിശ്രഭോജനം ആരുമായി ബന്ധപ്പെട്ടത്? സഹോദരൻ അയ്യപ്പൻ. സഹോദര പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് മിശ്രഭോജനം നടന്നത്. പുലയൻ അയ്യപ്പൻ എന്നും സഹോദരൻ അയ്യപ്പൻ അറിയപ്പെടുന്നു. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ എന്നത് സഹോദരൻ അയ്യപ്പൻ്റെ സന്ദേശമാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പറഞ്ഞത് ആരാ? സഹോദരൻ അയ്യപ്പൻ. 1928 എറണാകുളത്തു നിന്നും ആരംഭിച്ച യുക്തിവാദി എന്ന മാസികയുടെ സ്ഥാപകരിൽ പ്രമുഖനായിരുന്നു സഹോദരൻ അയ്യപ്പൻ. യുക്തിവാദി മാസിക സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. യുക്തിയേന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഘനിച്ചതിൽ ലഭിച്ചതല്ല എന്നും ലോകവിജ്ഞാന രാശിയിൽ. യുക്തിയേന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഘനിച്ചതിൽ ലഭിച്ചതില്ല എന്നും ലോകവിജ്ഞാന രാശിയിൽ എന്ന യുക്തിവാദി പത്രത്തിൻ്റെ ആപ്തവാക്യം തയ്യാറാക്കിയത് സഹോദരൻ അയ്യപ്പനാണ്. 1933 വേലക്കാരൻ എന്ന മാസിക ആരംഭിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. വിദ്യാപോഷിണി സഭ സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ്. 1928 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. 1938 സഹോദരൻ അയ്യപ്പൻ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകി. കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ. അപ്പോൾ കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്നു, തിരുക്കൊച്ചി മന്ത്രിസഭയിലും അദ്ദേഹം അംഗമായിരുന്നു. 1946 47 കൊച്ചി മന്ത്രിസഭയിൽ അംഗമായ അയ്യപ്പൻ 1948 പ്രജാമണ്ഡലം പാർട്ടിയുമായി സഹകരിച്ച് 1948 ഇക്കണ്ടവാര്യർ മന്ത്രിസഭയിലും അംഗമായി. അപ്പോൾ 1947 ഇക്കണ്ടവാര്യർ മന്ത്രിസഭയിലും സഹോദരൻ അയ്യപ്പൻ അംഗമായിരുന്നു. 1949 തിരുക്കൊച്ചി രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ മന്ത്രിസഭയായ പറവൂർ നാരായണപിള്ളയുടെ മന്ത്രിസഭയിലും സഹോദരൻ അയ്യപ്പൻ അംഗമായിരുന്നു. 1964 ആലുവായ്ക്കടുത്ത് ശ്രീനാരായണ സേവിക സമാജം ആരംഭിച്ചു. ശ്രീനാരായണ സേവിക സമാജം ആരംഭിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. സഹോദരി കുറത്തി, കാശി മഹാത്മ്യം, റാണി സന്ദേശം, അഹല്യ എന്നീ
എന്നിവ സഹോദരൻ അയ്യപ്പൻ രചിച്ച പ്രധാന കൃതികളാണ്. സഹോദരി കുറത്തി, കാശി മഹാത്മ്യം, റാണി സന്ദേശം, അഹല്യ എന്നിവ സഹോദരൻ അയ്യപ്പൻ രചിച്ച പ്രധാന കൃതികളാണ്. മാവേലി നാടു വാണിടും കാലം എന്ന കവിത രചിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ഇമ്പോർട്ടൻറ്റ്. മാവേലി നാടു വാണിടും കാലം എന്ന കവിത രചിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. കുമാരനാശാൻ സഹോദരൻ അയ്യപ്പനെ കുറിച്ച് എഴുതിയ കൃതിയാണ് പരിവർത്തനം. കുമാരനാശാൻ സഹോദരൻ അയ്യപ്പനെ കുറിച്ച് എഴുതിയ കൃതി ഏതാ? പരിവർത്തനം. കേരളത്തിൽ തൊഴിലാളി സംഘടനകളുടെ സ്ഥാപക പിതാവായി അറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പനാണ്. കേരളത്തിലെ തൊഴിലാളി സംഘടനകളുടെ സ്ഥാപക പിതാവെന്ന് അറിയപ്പെടുന്നത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും സഹോദരൻ അയ്യപ്പനാണ്. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. സ്വതന്ത്രമായി ചിന്തിക്കാനും ധീരമായി ചോദ്യം ചെയ്യുക എന്ന ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. 1968 മാർച്ച് 6 സഹോദരൻ അയ്യപ്പൻ അന്തരിച്ചു. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചെറായിയിലാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് 3 സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചാണ്. ഇമ്പോർട്ടൻ്റ് ആണ് ഇവരെ പറ്റിയുള്ളത്. എക്സാം പോയിന്റിലുള്ള എല്ലാ ഫാക്റ്റുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ക്ലാസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് PSC നമുക്ക് തന്നിട്ടുള്ള ടോപ്പിക്കിൽ ഒരു 2-3 സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചുമാണ് പഠിക്കാനുള്ളത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിച്ചു തീർക്കും. അതോടെ നമ്മുടെ ഈ ഭാഗം കംപ്ലീറ്റ് ആകും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ്സുകൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനമാകുകയുള്ളൂ. ഓക്കെ, താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.